ഹായ് ഫ്രണ്ട്സ്, ഡേ ഒരു ഇട്ട് പോവാം. ടൈറ്റിൽ മനസ്സിലായില്ലേ? ഇത് വീൻ്റെ സ്റ്റോറിയാണ്. നമുക്ക് ഇഷ്ടമിട്ടാണ് ഇതിൻ്റെ സ്റ്റോറി. നമുക്ക് പോവാം. ഹീറോ ഒരു CEO ആണ്, കമ്പനീൻ്റെ ഒരു ബോസ്, ഒരു ഓണറാണ്. വി കുറച്ച് വില്ലേജ് ബോയാണ്. അതെ, വി പറഞ്ഞ റിച്ച് അല്ല, നോർമൽ. അതെ, വി ഇങ്ങനെ കോളേജ് പഠിക്കാൻ സിറ്റിക്ക് വന്നതായിരുന്നു. വി പറയാൻ തുടങ്ങി, മച്ചാ എടാ നമുക്ക് ഗ്രാജുവേറ്റ് ആവാൻ പോവാം, അങ്ങനെ വി പറയായിരുന്നു. അതുകൊണ്ട് വി പറയാൻ തുടങ്ങി, അതെടാ. അങ്ങനെ വി ഫസ്റ്റ് സ്മൈൽ ചെയ്തിട്ട് നമുക്ക് പോവാം കോളേജിൽ. രണ്ടുപേരും കോളേജിനകത്ത് പോയി. വിയും ഞങ്ങൾക്ക് കോളേജിനകത്ത് പോയി. ചിമ്മിനോട് വായൊക്കെ പറയാൻ തുടങ്ങിയായിരുന്നു. അതെ, ചിമ്മിനെ വിളിച്ചു. വി പറയാൻ തുടങ്ങി, നമുക്ക് പോടാ ക്ലാസ്സിൽ കോളേജ്. അങ്ങനെ രണ്ടുപേരും കോളേജിനകത്ത് പോയി. ഇപ്പം നമുക്ക് ഹീറോയിനെ നോക്കാം. ഹീറോയിൻ പറയാൻ തുടങ്ങി ടെൻഷനിൽ, എന്താ പറയുന്നത് മോം, ബിസിനസ് പറഞ്ഞാൽ ശരിയിടേ. അങ്ങനെ ഹീറോയിൻ ടെൻഷനിൽ വായിക്ക് പറഞ്ഞിട്ട് അകത്തേക്ക് പോയി. അതെ, ഹീറോയിൻ അങ്ങനെ ഹീറോക്ക് ഇന്ന് വീൻ്റെ കോളേജിൽ ഗ്രാജുവേറ്റ് അതിനായിട്ട് ഫുൾ. അതെ, ഇന്ന് ജോബൊക്കെ വീക്ക് പോവാം. വി പറഞ്ഞ് ഫൈലെന്ന് അറിയാമായിരുന്നു. കോളേജിൽ വന്ന് ഇങ്ങനെ ഗ്രാജുവേറ്റ് ആയിരുന്നു. ഫാസാണ്. വീക്ക് ഭയങ്കര ഹാപ്പിയായി. സർട്ടിഫിക്കറ്റ് വാങ്ങി എന്നെ ഓഫീസിൽ പോകണമെന്ന് വി ഫ്രണ്ട്സോടെ പറഞ്ഞു പോയായിരുന്നു. 3 പേര് ഇങ്ങനെ അങ്ങനെ ഇരുന്ന് ടേസ്റ്റ് കുറച്ച് പോകാൻ തുടങ്ങി. ഹീറോ ഒരു കമ്പനി ഉണ്ടിടാ മച്ച. അതിനായിട്ട് 2 പേർ സിറ്റിയിലാണ് ഉള്ളത്. വി മാത്രം വില്ലേജിലാണ് ഉള്ളത്. വിക്ക് കോളേജോട് പറഞ്ഞായിരുന്നു. വി പറഞ്ഞു, അതെടാ ജോബിക്ക് പോകണു എന്ന് പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞ് അങ്ങനെ കുറച്ച് ഗ്രാമത്തെ കുറച്ച് അപ്പുറം വന്ന് സംസാരിക്കാൻ പറ്റും. വി ഇപ്പം വീട്ടിലിരുന്ന് സംസാരിക്കായിരുന്നു. അങ്ങനെ വീൻ്റെ വീട്ടിലെല്ലാം കല്യാണമായി വീക്കാ ജോബ് ഇവിടെ എന്താ വന്ന് നോക്കട്ടെ കൃഷി അങ്ങനെ പറഞ്ഞ് വീൻ്റെ പറയായിരുന്നു. വീക്കും ഇത് ഇഷ്ടമല്ല. വീൻ്റെ ഡാഡിക്ക് സിറ്റിയിൽ പോയി ജോബ് ചെയ്യണം ഭയങ്കര ആഗ്രഹമാണ്. മമ്മി പറയും ഇവിടെ നിന്ന് ജോലി ചെയ്തിട്ട് ഇവിടെ പോളും ജാഗയിലുണ്ട് അങ്ങനെ ഇത് പറഞ്ഞായിരുന്നു. വീക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യുന്ന അറിയില്ല. വീക്ക് ഒരുപാട് കഷ്ടമായി. വീക്ക് സാഡായിരുന്നു. അതെ, വീക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഭയങ്കര പാവമായി പോയി. വീക്ക് ഒരു ചേച്ചിയുണ്ട്. ചേച്ചീൻ്റെ ഹസ്ബൻഡ് ഇവിടെ നിന്നുള്ളത്. വി പറയാൻ തുടങ്ങി, അങ്ങനെ വീക്ക് ഒന്നും ചെയ്യത്തില്ല. വീൻ്റെ ഡാഡി വീക്ക് മാരേജ് കഴിപ്പിച്ചോളാം എന്ന് പറയുന്നു. വീക്ക് എന്ത് മാരേജാ ഡാഡ്, എനിക്ക് ഇവിടെ സെറ്റാണ് ഡാഡ്, എനിക്ക് വീൻ്റെ ഡാഡി പറയാൻ തുടങ്ങി, എടാ മാരേജ് ഇടാ, ഇവിടെ നിന്ന് നീ പോകുന്നത് ശരി. എന്താ ഡാഡി പറയുന്നത്? ഇല്ലടാ, മാരേജ് നിങ്ങൾക്ക് സെറ്റാവില്ല ഡാഡി. അത് അപ്പോൾ എൻ്റെ ചേട്ടനക്ക് അതെ, വീക്ക് ഒരു ചേട്ടനുണ്ടോ, വീക്ക് ചേട്ടനുണ്ടായിരുന്നു. അവനവിടെ നിന്ന് പോയി. അതുകൊണ്ട് അതെ സിറ്റിയിൽ പോയിട്ട് സെറ്റിലായിരുന്നു. ഒരു പെണ്ണുള്ള ചേട്ടൻ. അതുകൊണ്ട് ആ പെണ്ണിനെ മാരേജ് ചെയ്യിപ്പിക്കുക. അത് വീൻ്റെ ചേട്ടൻ അയച്ച് വീൻ്റെ പറയാം, നിൻ്റെ ചേട്ടൻ അവിടെ സെറ്റിലായതുകൊണ്ട് സിറ്റിയിൽ വന്ന് പോയിക്കോ. അച്ഛാ അത് ഡാഡ് പറഞ്ഞേക്കടാ, നീ പോയിക്കോ എന്ന് പറഞ്ഞ് അയച്ച്. അങ്ങനെ ശരിയാന്ന് വി സമ്മതിച്ചു. വി പോയി. അങ്ങനെ വീക്ക് സാഡായിരുന്നു. ഡ്രോപ്പ് ചെയ്തു ഡാഡി വീട്ടിൽ. സാഡായിട്ട് പോയി ഡാഡി. ശരിടാ, നീ പോയിക്കോന്ന് സൂക്ഷിച്ചോ എന്ന് പറഞ്ഞു. വീണ്ടും മമ്മിയെല്ലാം പ്ലാൻ ചെയ്തതാണ് വീക്ക് മാരേജ് ചെയ്യിപ്പിച്ചോളാം എന്ന് ഭയങ്കര ഹാപ്പിയായിട്ട് സംസാരിക്കുമായിരുന്നു. വീക്ക് ആ ഗേൾ ഇഷ്ടമില്ല. അത് മാത്രമല്ല ഗേൾ വീക്ക് ഇഷ്ടമില്ല. പെണ്ണ് എല്ലാവരും പറയണം കേട്ടിട്ടുണ്ട്. ആ പെണ്ണ് ഒരു പ്ലേ ഗേളാണ്. പിന്നെ നമ്പാൻ പാടില്ല. അവരൊന്നും ബോയ്സിനടുക്ക് ഇറങ്ങുന്നത് അങ്ങനെ ഇരിക്കുന്ന പെണ്ണ്. അതുകൊണ്ട് വീൻ്റെ ഡാഡിക്ക് വീക്ക് മാത്രം അറിയും, പിന്നെ മമ്മിക്ക് അറിയില്ല. അതുകൊണ്ട് മാരേജ് പ്ലാൻ ചെയ്ത വീട്ടുകാർ ആ പെണ്ണ് ഓൾറെഡി വീട്ടുകാർക്കെല്ലാം അറിയും. അതുകൊണ്ട് എന്ത് ചെയ്യാറില്ല. അതുകൊണ്ട് ഒരിക്കൽ ഹോസ്പിറ്റലിൽ വ്യൂ ഇങ്ങനെ കൂടെ പോകുമ്പോൾ പെണ്ണ് ഹോസ്പിറ്റലായിട്ട് അവളെ ക്ലീൻ ചെയ്ത് അവൾ വരുന്നിട്ടാണ് 2 months അങ്ങനെയായിട്ട് പറഞ്ഞത് കേട്ട് ഷോക്കായിരുന്നു. അങ്ങനെയായിട്ട് ബേബി കുട്ടി അതെ അബൌട്ടായി ബേബി. അതുകൊണ്ട് അതൊരു ക്ലീൻ അത് വീക്ക് അറിഞ്ഞായിരുന്നു. വീൻ്റെ ഡാഡി പറഞ്ഞ ഷോക്കായിരുന്നു. നീ പറഞ്ഞ ശരിയിടാന്ന് വീൻ്റെ ഡാഡിക്ക് ഫസ്റ്റ് വീൻ്റെ ഡാഡി നമ്പില്ലായിരുന്നു. എന്താണ് ഇവരെ മാരേജ് കഴിച്ചു മമ്മീൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നു, വീക്ക് സപ്പോർട്ട്. അതുകൊണ്ട് വീടിനോട് പറഞ്ഞു നീ പോടാന്ന് പറഞ്ഞു. അതിനായിട്ട് ഗ്രാമത്തലവൻ്റെ മകനെ കൂടെ അവൾ റൊമാൻസ് ചെയ്തു. അതുകൊണ്ട് വീക്ക് വരുന്ന അത് കണ്ണെതിരിൽ കണ്ടായിരുന്നു. വീക്ക് ശരി ഓക്കെ, ഇവിടെ നിന്ന് ശരിയാവില്ല, ഇവിടെ നിന്ന് പോകണത്. വീ ഇങ്ങനെ കോളേജൊക്കെ പഠിക്കാൻ വരുന്നു. അവിടെ നിന്ന് സെറ്റിലായി. ഇപ്പോൾ വീ കാണാൻ സുന്ദര ഹാൻസം ആയിട്ടുണ്ട്. അത് ആ പെണ്ണൊക്കെ ഒരുപാട് ഇവനെ ട്രൈ ചെയ്യണം എന്ന് ആ പെണ്ണ് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വി ഡാഡി ഇവിടെ ശരിയാവില്ല എന്ന് വീനെ അയച്ചു. അങ്ങനെ വി ബസ്സിൽ കയറി. അങ്ങനെ ബസ്സിൽ കയറി എല്ലാം ഓർത്ത് സാഡായിരുന്നു വി. അങ്ങനെ ആയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വി സീറ്റ് കിട്ടി.
വീൻ്റെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി വെള്ളടിച്ച് വീൻ്റെ ചേട്ടൻ വാ തുറന്നു. ഷാഫ്ക്കായി ആറാമായിരുന്നു. ആ എന്താടാ നീ? ചേട്ടാ പോ ചേട്ടാ. എന്ത് പറ്റി പോ ചേട്ടാ ഒന്നും പറയണ്ടെന്ന് സാഡായിട്ട് വരുന്നു. ആറാം സമാധാനമൊക്കെ തുടങ്ങി. എന്താടാ പറ്റിയിടാ? പോ ചേട്ടാ എങ്ങനെയായിട്ട് പറഞ്ഞു സാഡായിരുന്നു. അതെ ആറാം പറയാൻ തുടങ്ങി. സമാധാനമായിക്കൂടാ, എന്തിങ്ങനെ ടെൻഷനാ? പോ ചേട്ടാ ഒന്നും ചെയ്യാൻ പറ്റില്ല. സാഡായി കയറിയാൽ തുടങ്ങി. വീണ്ടും സമാധാനമാക്കാൻ തുടങ്ങി. ആറാം പറയാൻ തുടങ്ങി. വിഷമിക്കണ്ടടാ, നോക്കിക്കോളാം എന്ന് പറഞ്ഞു. എടാ എനിക്ക് ജോബ് ഒരു പ്ലേസിൽ ജോബുണ്ട്, നല്ല പ്ലേസ്. നീ അവിടെ ജോബ് ജോയിൻ ചെയ്യും. ചേട്ടാ എന്താ പറയാ? അതെ എൻ്റെ ഫ്രണ്ട്സിനെ കോൾ ചെയ്തു, ഇവിടേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ബാക്കി പേർക്ക് കോൾ ചെയ്തു. ഞാൻ വന്നിട്ടുണ്ട്, ഇപ്പം വീട്ടിലുണ്ട് ആറാം ചേട്ടൻ. അവർക്ക് രണ്ടുപേർക്ക് പേടിയാന്ന് തുടങ്ങി. സാറിലടാ വാ എന്ന് പറഞ്ഞ ചേട്ടനെ വിളിച്ചു. അങ്ങനെ രണ്ടുപേർ വന്നു. രണ്ടുപേരോട് പറയുന്നു, 3 പേരോട് ആറാം പറയുന്നത്, ഇത് നല്ല കമ്പനിയാണ്, ഇവിടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇവിടുത്തെ മാനേജർ ആയിട്ട് ഞാൻ ജോലി ചെയ്യുന്നത്. നിങ്ങൾ രണ്ടുപേരും അവിടെ കമ്പനി ജോയിൻ ചെയ്തു. എന്നാൽ ഇപ്പം മാനേജറല്ല, ഞാൻ വേറെ കമ്പനിയിൽ ഒരു CEO ആയിട്ട് ഞാൻ ജോബ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. വേറെ കമ്പനി ഞാൻ നോക്കുന്നതാണ് ആറാം പറഞ്ഞു. ശരി ഓക്കെ അതുകൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞു. ആറാം പറയുന്നത്, നീ ഇവിടെ ജോയിൻ ചെയ്തു, ഒരു പ്രശ്നമല്ല, നല്ല ബോസ്സാണ് ഉള്ളത്. ഇപ്പോൾ പുതിയ ബോസ്സായി മാറി. അവരെ ഇപ്പോൾ എങ്ങനെയാണ് എനിക്ക് കുറച്ച് അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ 3 പേരോട് ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞു. 3 പേരെ കമ്പനി നോക്കി വായപ്പൊളന്നു. വാവ് എത്ര വലിയ ബിൽഡിംഗ് അല്ലേ? അതെ, ഇപ്പോൾ ഈ ഫോട്ടോ കണ്ടു. ഇപ്പം നിങ്ങൾ നേരിൽ പോയാൽ മതി. നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്തു. 3 പേരോട് ജോയിൻ ചെയ്ത് വെച്ച് എന്നിട്ട് ഇങ്ങനെ ഇവിടെ കിടന്നു, നാളെ പോയിക്കോ എന്ന് പറഞ്ഞു ആറാം. അങ്ങനെ 2 പേരും നന്നായിട്ട് ഉറങ്ങി. അവർക്ക് കോൾ വരും, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആറാമിൻ്റെ അച്ഛൻ, അതെ ആറാമത്തെ അച്ഛൻ ഫോൺ ചെയ്തു. വീണ്ടും അച്ഛൻ ഫോൺ ചെയ്ത്, മോനെ ഞാൻ വരുന്നുണ്ട്, ഓഫീസിൽ ജോബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല 3 പേര് ഒരു ഓഫീസിൽ ജോയിൻ ചെയ്യാൻ അറിയും. അതുകൊണ്ട് അവർ 3 പേരെ ഒരു ഹോസ്പിറ്റലിൽ 3 സീറ്റ് പൊടി ഇരുന്നോന്ന് അവരോട് പറഞ്ഞായിരുന്നു. അങ്ങനെ ആ കമ്പനിക്ക് അവർ 3 പേര് വന്ന് നോക്കും. വായു നോക്കി, വാവ് നല്ല എണ്ണയിട്ടുണ്ടല്ലേ. അത്